ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് വേറൊന്നുമല്ല, ഒരു കുളിമുറിയിൽ ഒരു ക്ലോസറ്റ് വെക്കുകയാണ്. എത്ര പെട്ടെന്ന് എങ്ങനെ ഒരു ക്ലോസറ്റ് വെക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അതാ ചങ്ങന്മാരെ നമ്മളെ സാമഗ്രികളൊക്കെ എടുത്തി. പിന്നെ നമ്മൾ ഫിറ്റാക്കാനുള്ള ക്ലോസറ്റ് ഇതാ സിഫോണിൻ്റെ സാധാ ഒരു ക്ലോസറ്റാണ്, യൂറോപ്പിന് 2 പീസ് പി ട്രാപ്പാണ് കേട്ടോ. അപ്പോൾ ലൈനൊന്നും ചെയ്യാം, അടികൂടെ പൈപ്പൊന്നും ഉണ്ടാകാതെ വെച്ചല്ല, കുളിമുറിയിലാണ്. അങ്ങേ പുറത്തൊരു ക്ലോസറ്റ് ഇതുണ്ട്, ക്ലോസറ്റൊക്കെ ഉള്ള കുസൊക്കെ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഈ ഒരു കുളിമുറിയിലാണ് ഇത് വെക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ അമ്മയ്ക്ക് ഇരിക്കാൻ ഇന്ത്യൻ ക്ലോസറ്റിലൊന്നും സാധാ ക്ലോസറ്റിൽ ഇരിക്കാനുള്ള ഒരു കാലിലൊന്നും വയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ കുറേ കാലം ഇതായി പറയൽ തുടങ്ങി, ഇത് ഇങ്ങനെ ഒന്നും ചെയ്തു തരാൻ പറ്റുമെന്ന്, അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ ഇരിക്കാനൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പി ട്രാപ്പ് ക്ലോസറ്റും വാങ്ങി ശരിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പി ട്രാപ്പ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അടി മാന്തേണ്ട ആവശ്യമില്ല, നേരെ ടൈലിൽ തുളച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിന് സെപ്പറേറ്റ് പിന്നെ ഫ്ലഷ് ടാങ്കും ഹെൽത്ത് ക്ലോസറ്റിനൊന്നും പോയിൻ്റ് ഇട്ടിട്ടില്ല, അതും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തുളക്കെ ചെയ്ത് പിന്നെ 4-5 പൈപ്പിനെ കണക്കാക്കിയിട്ട് നമ്മളവിടെ ഹോളിട്ട് അതുപോലെ തന്നെ 2 വാട്ടറിനുള്ള ലൈനും വേണം ഹോളിട്ട്. അത് രണ്ടും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലൊരു ടീ ഉണ്ട്, കാരണം എയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ക്ലോസറ്റിന് സാധാ ക്ലോസറ്റിൽ നിന്ന് പറയുന്നൊരു ടീ ഉണ്ട് അവിടെ താഴത്ത് ബാക്ക് സൈഡിൽ. അപ്പോൾ ആ ടീ പിന്നെ അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ട, ഇതിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് 4 ഹോള് മാർക്ക് ചെയ്ത് ഹോളടിച്ച് ഫിഷറൊക്കെ ഇട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ റൗണ്ട് ചെയ്ത വട്ടത്തിലാണ് നമുക്ക് വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടാണ് ഇത് ഉറപ്പിക്കേണ്ടത്. വൈറ്റ് സിമെൻറ്റ് വെച്ചുകൊണ്ട് ക്ലോസറ്റ് ഉറപ്പിച്ച് വെക്കുക ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പൈപ്പ് ലൈൻ പൈപ്പൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ചാടിച്ചിട്ട് 4 ഇഞ്ചിൻ്റെ ഈ 2 ഹോള് നമുക്ക് പിന്നെ വെള്ളം എത്തിക്കാനുള്ളതാണ്, ഹെൽത്ത് ക്ലോസറ്റും ഫ്ലഷ് ടാങ്കിനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ടീയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീ. ഈ ടീയിലേക്ക് ഡോർ ടീയിലേക്ക് നമുക്കൊരു 1 സൈഡ് സോക്കറ്റുള്ളൊരു എൽബോ കയറ്റാണ്. 1 സൈഡ് സോക്കറ്റ് കയറ്റാൻ കാരണം ഈ തറൻ്റെ ഒരു ഇതാണ്, നമുക്ക് പൈപ്പിലെ കൊണ്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് താത്തി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സൗകര്യമൊന്നും ഇല്ല. ഇപ്പോൾ ഈ ഒരു ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. താഴത്തെ പൈപ്പ് വഴി ഇടാനൊന്നും സൗകര്യം ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ എൽബോ ഇതിൽ നേരിട്ടാണ് കയറ്റുക, എന്നിട്ട് നേരെ ആ ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ ഏകദേശം ആയില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിച്ച് ഒന്ന് റെസ്റ്റിലാണ്. ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്ത് കേട്ടോ. പിന്നെ എന്താ കണക്ഷനൊക്കെ കൊടുത്ത് ക്ലാമ്പ് ചെയ്ത് നമ്മൾ പിന്നെ 2 ലൈനും കൊടുത്ത് കഴിഞ്ഞ് പിന്നെ വാട്ടറിൻ്റെ ലൈനും അതുപോലെ തന്നെ പിന്നെ ക്ലോസറ്റിൻ്റെ പൈപ്പും കൊടുത്തിട്ടുണ്ട് 4 ഇഞ്ച്. അവർക്ക് എയറും കൊടുത്ത്, എയർ ഇപ്പോൾ നേരത്തെ നമ്മൾ അവിടെ കൊടുത്ത എയർ നേരെ ഇങ്ങോട്ട് കൊടുത്തു എന്നുള്ളൂ. ഇവിടെ ഒരു സൈഡിൽ എയർ കിട്ടിയാൽ മതി നമുക്ക്. ക്ലോസറ്റ് മറ്റേ ഇന്ത്യൻ ക്ലോസറ്റ് അല്ല, അതിന് ഒരിടത്ത് എയർ മതി നമുക്ക്. ക്ലോസറ്റ് മറ്റേ യൂറോപ്പിൻ്റെ നേരെ നമ്മളൊരു എയറും കൊടുത്ത് ഇതാ കണക്ഷനൊക്കെ കൊടുത്ത് പിന്നെ വാട്ടറൊക്കെ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ചാർജ് ചെയ്ത് പിന്നെ എല്ലാ പോയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് വൈറ്റ് സിമെൻറ്റൊക്കെ ഇട്ട് പോയിൻറ്റിങ് ക്ലോസറ്റൊക്കെ ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ബുദ്ധിമുട്ട് കാരണം പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് വെള്ളം ചാർജ് ചെയ്ത് ഫ്ലഷ് ചെയ്യാണ്. അല്ല ഫ്ലഷ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഫുള്ള് വർക്കും കഴിഞ്ഞ് ഹെൽത്ത് ക്ലോസറ്റ് ഉള്ള നല്ല വൃത്തിയിൽ തന്നെ ഞങ്ങൾ ചെയ്ത് അവർക്ക് സംതൃപ്തിയാവുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ ഒക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീവർക്ക് ആകുമ്പോൾ ഇങ്ങനത്തെ ഇത് ബാക്ക് സൈഡിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. അല്ലാതെ നമുക്ക് മാന്തി കൊടുക്കാനൊന്നും അവിടെ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണ്, ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായി എന്ന് കരുതുന്നു. വർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് വെക്കുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.